അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി അമേരിക്കയ്ക്കെതിരെ നീങ്ങുന്ന കാഴ്ച ട്രംപ് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇങ്ങനെയൊരു തിരിച്ചടിയായിരിക്കും ഇറാനെതിരെ കൊലവിളിയുമായി വന്നാൽ ഉണ്ടാവുക, അതിൻ്റെ പരിണിത ഫലം എന്ന് വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇസ്രയേലിനെതിരെ പോരാട്ടത്തിനായി അറബ് രാജ്യങ്ങൾ ഒന്നിക്കുകയാണ്. അതായത് നമുക്കറിയാം, ഗാസയിൽ നടക്കുന്ന പട്ടിണി മരണം, അവിടെ നടത്തുന്ന മനുഷ്യ വധം, അതായത് കൃത്യമായി പറഞ്ഞാൽ ഗാസയിൽ നടക്കുന്ന മനുഷ്യത്വമില്ലായ്മ, ആ ക്രൂരതയുടെ ആഘാതം എന്താണ് എന്നുള്ളത് പലപ്പോഴും പല മീഡിയകളും അതിനെക്കുറിച്ച് റിപ്പോർട്ടുകൾ കൊടുക്കുന്നില്ല. ഇറാനിലെ മാധ്യമ സ്ഥാപനങ്ങളോ അതല്ലെങ്കിൽ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളും ഒക്കെ നടത്തുന്ന പോരാട്ടങ്ങൾ മാത്രമാണ് ഗാസയിൽ ആകെ ബാക്കിയുള്ളത്. മറ്റെല്ലാവരുടെയും കണ്ണും കാതും ഒക്കെ മരവിച്ചിരിക്കുകയാണോ എന്ന് വീണ്ടും വീണ്ടും തോന്നിപ്പോകുന്ന അവസ്ഥ. അറബ് രാജ്യങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു: അമേരിക്കയ്ക്ക് ലോക പോലീസ് പട്ടം കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല. അമേരിക്ക നെറികെട്ട ഒരു രാജ്യമാണ് എന്ന തിരിച്ചറിവിൽ ആ നെറികേടിന് കാരണക്കാരായിട്ടുള്ളവർ ആരൊക്കെയെന്നതും അവർ മനസ്സിലാക്കും. ഒമാനും ഖത്തറും ഏറ്റവും ഒടുവിൽ സൗദിക്ക് പോലും മനസ്സിലായിരിക്കുന്നു, ഇനി അമേരിക്കയ്ക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്താൽ അത് വലിയ തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ പോകും. നോക്കൂ, എയർബേസുകളെല്ലാം ഇറാൻ അടിച്ചു തകർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ GCC രാജ്യങ്ങളിൽ ഇനി അമേരിക്ക ഒരു പുതിയ എയർബേസ് തുടങ്ങാൻ യാതൊരു സാധ്യതയും കാണുന്ന പോലുമില്ല. അമേരിക്ക ഇവർക്ക് നൽകാമെന്ന് പറയുന്ന സുരക്ഷാ സംവിധാനങ്ങൾ പാടേ പാളി. ഇനി അതും പറഞ്ഞുകൊണ്ട് ഒരിക്കലും അമേരിക്കയ്ക്ക് മുന്നോട്ട് വരാൻ കഴിയില്ല. ചൈനയുടെയോ റഷ്യയുടെയോ ഒക്കെ വിദേശ കറൻസികളിൽ വിനിമയം നടത്തുന്ന രീതിയിലേക്ക് എണ്ണ വ്യാപാരം GCC രാജ്യങ്ങൾ വീണ്ടും ശക്തമായി കൊണ്ടുപോകും. ഹോർമൂസ് കടലിടുക്കിൽ GCC രാജ്യങ്ങൾ കൃത്യമായി ഇറാനുമായും ഒമാനുമായും ഒരു ധാരണയിലേക്ക് എത്തിച്ചേരുന്നതോടുകൂടി അമേരിക്കയുടെ ഇടപെടൽ GCC രാജ്യങ്ങളും നഖശികാന്തം എതിർക്കും. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹോർമൂസ് കടലിടുക്കിലെ വിഷയത്തിൽ അവർക്ക് ഇടപെടാൻ യാതൊരു റൈറ്റുമില്ല എന്നുള്ളതാണ്. അമേരിക്കയ്ക്കുമില്ല. എന്നാൽ എന്തെങ്കിലും അവകാശമുണ്ടായിട്ടാണോ ഇവർ ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളുടെ കടൽ അതിർത്തിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടുന്നത്? അല്ല. തിണ്ണമെടുക്കും, തെമ്മാടിത്തരവും കൈമുതലാക്കിക്കൊണ്ട് ഇനിയും ഏറെ നാൾ രസിക്കാൻ കഴിയില്ല എന്ന് ഉത്തമ ബോധ്യം GCC രാജ്യങ്ങൾ കൃത്യമായി നടത്തുകയാണ്. വീണ്ടും ഈജിപ്തിൽ വെച്ച് ഒരു സമ്മേളനം നടത്തി കൂടുതൽ കരുത്തോടുകൂടി GCC രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ തന്നെയാണ് പരിപാടി.